ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. പുറമേ കാണുന്ന മോടി തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് ഭിത്തിയാണെങ്കിലും ഇതിലെല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്. വലിയൊരു സഹായം എന്ന് പറഞ്ഞാൽ വലിയ സഹായമാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി എനിക്ക് വാക്കുകളില്ല പറഞ്ഞറിയിക്കാൻ. സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്. അതെനിക്ക് കേൾക്കാം. എൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് ഉള്ളതിൽ ഏറ്റവും മനോഹരമായിട്ട്, അതായത് എനിക്ക് വീട് വെക്കാൻ, എൻ്റെ വീട് പണിയുന്ന ഇതിൻ്റെ മുമ്പിലാണ്. അതിനോട് ചേർന്ന് തന്നെ ശ്രുതിക്കും വീട് പണിയുവാനായിട്ട്. അങ്ങനെ എപ്പോഴും ഉറക്കത്തിലും ഊണിലും എല്ലാം ഒരു സ്വപ്നമായിരുന്നു ഏട്ടൻ്റെ. അതിപ്പം മുകളിൽ തന്നെ സുധിച്ചേട്ടൻ കാണുന്നുണ്ടായിരിക്കും അല്ലേ തിരുമേനി? ഞങ്ങളുടെ വീടല്ല, സുധിച്ചേട്ടൻ്റെ വീട്. KHDC തന്ന ഏറ്റവും വലിയ എന്താ പറയുക, സുധിച്ചേട്ടൻ്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഒരുപാട് ഹാപ്പി. പ്രത്യേകിച്ച് KHDCക്കും ഫിറോസിക്കായ്ക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ കൂട്ടായ്മയിൽ ചേരുന്ന എല്ലാവർക്കും നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട് ഹാപ്പി, സന്തോഷം, നന്ദി. ദൈവതുല്യം കാണുന്നില്ല, ഒരു ഗോഡ് ഫാദറായിട്ട് അദ്ദേഹത്തെ കാണുന്നു. കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, എനിക്കല്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ എന്താ പറയുക ഒരു കലാകാരൻ, ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരാളെ എനിക്കറിയത്തില്ല, പേഴ്സണലി എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അറിയാത്തൊരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു വലിയൊരു സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ നല്ല മനസ്സുകൊണ്ടാണ്. പലരും രംഗത്ത് വന്നെങ്കിലും അദ്ദേഹം ബിഷപ്പ് വന്ന് സഹായിച്ചു. ഒടുവിൽ ബിഷപ്പിന് നല്ലത് തന്നെ കിട്ടി. എന്നാൽ മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ പറയുന്ന രേണു പറഞ്ഞതൊക്കെ നമ്മൾ ഓരോരുത്തരും കേട്ടതാണ്. ഇതിനു മുമ്പും ഈ പറയുന്ന രേണു ഈ ബിഷപ്പിന്റെ മുഖത്ത് പോലും നോക്കത്തില്ലെന്നാണ് മുമ്പ് പറഞ്ഞിട്ടുള്ളത്, ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. മഴവിൽ കേരളം എന്ന് പറയുന്ന ഒരു ചാനലിന്റെ ഇന്റർവ്യൂവില് ഈ രേണു പറഞ്ഞിരിക്കുന്നത്, ഞാൻ ബിഷപ്പിന്റെ മുഖത്ത് പോലും നോക്കത്തില്ല, അത്രയ്ക്ക് റെസ്പെക്റ്റ് ഉള്ള ഒരു മനുഷ്യനാണ് എനിക്ക് ഈ ഒരു എന്താ പറയാ സ്ഥലം തന്നതില്, അതോടൊപ്പം തന്നെ ആ ഒരു പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് അത്രമാത്രം റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞ രേണു അതേ നാവ് കൊണ്ടാണ് ഈ പറയുന്ന ബിഷപ്പിനെതിരെ ഒരു കാര്യം പറഞ്ഞത്. എന്തായാലും ആ ഒരു കാര്യവും ബിഷപ്പ് എന്താണ് പറഞ്ഞതും ബിഷപ്പ് അതിന് കൊടുത്ത മറുപടിയൊക്കെ ഞാനൊരു കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, അങ്ങനെ പറഞ്ഞ ഈ രേണു, അതായത് ബിഷപ്പിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഈ ഒരു രേണുവിന് ഈ ഒരു മാറ്റം എവിടെ നിന്ന് സംഭവിച്ചു, എങ്ങനെയാണ് തങ്കച്ചന് ഈ ഒരു മാറ്റം സംഭവിച്ചത് എല്ലാം നമുക്ക് കാണാം. ആദ്യം ഈ ബിഷപ്പിന്റെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, അത്രമാത്രം റെസ്പെക്റ്റ് ഉണ്ട്, തന്നതിനെല്ലാം നന്ദി എന്ന് പറഞ്ഞ ഈ രേണുവിന്റെ കപടമുഖം ആദ്യം നിങ്ങൾ കാണാം. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച എന്തായാലും വേണമെന്നുള്ളത് ഒരാഗ്രഹമാണ്. കാരണം ബിഷപ്പിന്റെ ഒരു കോൾ റെക്കോർഡ് പുറത്തു വന്നതിന് ശേഷം വളരെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലാണ് ഓരോ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ആണെങ്കിലും പോയത്. നിങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്, ഈ ഒരു പ്ലോട്ട് കൊടുത്തതിനെ തുടർന്ന് ഇപ്പോഴും ബിഷപ്പ് മനോവിഷമത്തിലാണ് ആ തരത്തിൽ. അപ്പം ഈ ഒരു സ്ഥലത്ത് ശിശിക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് തിരുമേനിയുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത് തന്നെ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ തിരുമേനിയുടെ മുഖത്ത് പോലും നോക്കുന്നത് അത്ര നമ്മൾ പള്ളിയായിട്ടൊക്കെ നമ്മൾ ജനിച്ചു വളർന്ന ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പിതാവിനെ പോലുള്ളവരെ കാണുമ്പോൾ പോലും നമുക്ക് അങ്ങനെ അധികം അങ്ങനെ നമുക്ക് ബഹുമാനമാണ്. നമ്മൾ ഇത്ര അടുത്ത് കാണുന്നത്, ഇരിക്കാൻ പോലുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇരിക്കാൻ പോലുമുള്ള യോഗ്യത ഉണ്ടോ എന്ന് അറിയത്തില്ല. ബിഷപ്പിന്റെ മുഖത്ത് നോക്കുന്നത് പോലും എനിക്ക് എന്താ പറയാ, എനിക്ക് അങ്ങ് പറ്റത്തില്ല എന്ന് എളിമയോട് പറഞ്ഞ ഈ രേണു ഇപ്പൊ വന്ന് ബിഷപ്പിനെതിരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കേട്ടതാണല്ലോ. കേട്ടിട്ടില്ലാത്തവർ എന്റെ കഴിഞ്ഞൊരു വീഡിയോ പോയി കേട്ടു നോക്കൂ. അതിലെന്താണ് ഈ രേണു പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് അതിൻ്റെ കൃത്യമായിട്ടുണ്ട്. ഈ പറഞ്ഞ രേണു അന്ന് പറഞ്ഞൊരു കാര്യമാണ്, മുഖത്ത് പോലും നോക്കാൻ അത്ര റെസ്പെക്റ്റ് ഉള്ള ഒരു വ്യക്തി, അത്ര റെസ്പെക്റ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞ ഈ രേണു തന്നെയാണ് ഇത് പറയുന്നത്. ഇത് മുമ്പ് കൊടുത്തൊരു ഇന്റർവ്യൂ ആണ്. അതിൽ പറഞ്ഞതാണ്, അതായത് മുമ്പ് ഈ പറയുന്ന ബിഷപ്പിനെ കുറിച്ച് പല കാര്യങ്ങളും സോഷ്യൽ മീഡിയ ചർച്ചയായ സമയത്ത് കൊടുത്തൊരു ബൈറ്റാണ്. അതിൽ പറയുന്നതാണ്. ഇനിയുണ്ട്, ബാക്കി കേട്ടു നോക്കൂ. എന്തായാലും ഞാൻ വോയിസ് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ചോദിച്ചവരോടെല്ലാം ഞാൻ കാര്യം പറഞ്ഞു, അങ്ങനെയല്ല കാര്യം, ഇതിന്റെ പോലെയാണ് കാര്യം എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും. അദ്ദേഹത്തെ കാണുന്ന ഇപ്പൊ ഒരു 6 മാസമായി നമ്മൾ വീട് ഇവിടെ പണിതിട്ട്. അദ്ദേഹത്തെ ഞാൻ അന്ന് കണ്ടതാണ്. പിന്നെ ഇടയ്ക്ക് ഇതിലെ പോകുമ്പോൾ കാണുമ്പോൾ ചിരിക്കും, ജസ്റ്റ് പറയും, ഹായ് പറയും, പോവും. അതല്ലാതെ അദ്ദേഹമായിട്ട് യാതൊരുവിധ പ്രശ്നവും. ഞങ്ങളുടെ ഫാമിലിയായിട്ട് ഒരു പ്രശ്നവും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ പറയുക, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട്, സുധിച്ചേട്ടൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുത്ത ആ ഒരു സ്ഥലം, ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ എന്നും
അദ്ദേഹത്തോട് പിതാവിന്റെ അടുത്ത് എന്നും നന്ദിയുള്ളവളാണ്. മുന്നോട്ടും നന്ദി തന്നെ ഉണ്ടാകത്തുള്ളൂ. സന്തോഷം, സ്നേഹം. അത് ഈ ഒരു സാഹചര്യം എനിക്ക് ബിഷപ്പിനോട് ചോദിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ രഞ്ജിത്ത് ചോദിക്കുന്നത്. കാരണം ഒരു തമ്പാണ് തമ്മിൽ കൊടുത്തിരിക്കുന്നത്, രേണുവുമായിട്ടുള്ള ബിഷപ്പിന്റെ ബന്ധം തകർന്നു എന്ന തരത്തിൽ. അതായത് എത്രത്തോളം മോശമാണ് ആ തരത്തിൽ ഇതാക്കുക എന്ന് പറയുന്നത്. അപ്പം ആ തരത്തിലൊക്കെ നെഗറ്റീവ്, അതായത് എന്തും പറഞ്ഞും നെഗറ്റീവ് ആക്കണം എന്ന് ശ്രമിക്കുന്നവരോട് ചേച്ചിക്ക് എന്താ പറയുക? എന്നെ സംബന്ധിച്ച് എന്തും ഞാനിപ്പോ ഒരാളുടെ കൂടെ അഭിനയിച്ചാൽ അത് നെഗറ്റീവ് ആകും. അത് അവരങ്ങ് അടിച്ചേൽപ്പിക്കുന്ന സാധനമാണ്. എന്നിൽ അല്ലെങ്കിൽ എന്റെ കൂടെ അഭിനയിക്കുന്ന ആളിൽ അടിച്ചേൽപ്പിക്കുന്ന. പക്ഷെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, നിങ്ങൾ ആരെ പറ്റി പറഞ്ഞാലും ഇദ്ദേഹത്തെ പറ്റി ഒരിക്കലും അങ്ങനെ പറയില്ല. അങ്ങനത്തെ ഒരാളല്ല അദ്ദേഹം. ഞാൻ ദൈവതുല്യം കാണുന്നില്ല, ഒരു ഗോഡ് ഫാദർ ആയിട്ട് അദ്ദേഹത്തെ കാണുന്നു. കാരണം എന്റെ കുഞ്ഞുങ്ങൾക്ക്, എനിക്കല്ല എന്റെ കുഞ്ഞുങ്ങൾക്ക്, അല്ലെങ്കിൽ സുചേട്ടൻ എന്താ പറയാ ഒരു കലാകാരൻ, ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഒരാളെ എനിക്കറിയത്തില്ല, പേഴ്സണലി എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അറിയാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്രയും ഒരു വലിയൊരു സഹായം ചെയ്യാന്ന് പലരും രംഗത്ത് വന്നെങ്കിൽ അദ്ദേഹമാണ് നമ്മളോടല്ല കണക്ട് ചെയ്തത്. 24ന്റെ അടുത്ത് കണക്ട് ചെയ്തിട്ട് ഞാൻ കൊടുത്തോളാം ആ കുഞ്ഞുങ്ങൾക്ക് സ്ഥലം എന്ന് പറഞ്ഞ് ഒരു ആൾ അല്ലെങ്കിൽ ഒരു പിതാവ് മുന്നോട്ട് വരുമ്പോഴത്തേന്, പിതാവ് മുന്നോട്ട് വരുമ്പോഴത്തേന് നമ്മൾ അത്. ഇവിടെ രേണു പറയുന്നത് ഇത് വലിയൊരു മനസ്സ് തന്നെയാണ്. അതാണ് ഓരോ പ്രേക്ഷകരും പറയുന്നത്. അവർ ചെയ്ത വലിയ മനസ്സാണ്, അവർ നിങ്ങളോട് കാണിച്ച വലിയൊരു മനസ്സാണ്. ഈ കഥയാണ് ജനങ്ങൾ ഓരോരുത്തരും വന്ന് പറയുന്നത്. അവർക്കെതിരെയാണ് നിങ്ങൾ മോശമായിട്ട് ഓരോ കാര്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇത് തന്നെയല്ലേ നിങ്ങൾ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ളത്? പിന്നെന്തിനാണ് നിങ്ങൾക്ക് ഈ തോന്നുമ്പോൾ മാറ്റി മാറ്റി പറയുന്നത്? ഇപ്പൊ അന്ന് നിങ്ങൾക്ക് ബിഷപ്പ് നല്ലൊരു മനുഷ്യനായിരുന്നു, ബിഷപ്പിനെതിരെ എനിക്കൊന്നും ആരും ഒന്നും പറയരുതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് അദ്ദേഹത്തിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം എനിക്ക് റെസ്പെക്റ്റ് ആണെന്ന് പറഞ്ഞ ഈ രേഷ്മ പി തങ്കച്ചനായ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ്? ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നിങ്ങൾ പറയുന്നത് എന്താണ്? അദ്ദേഹം മാറ്റി മാറ്റി പറയുന്നു. അദ്ദേഹത്തിന് ഒരു കഥയില്ലാത്ത മനുഷ്യനാണ്. അത് മാത്രവുമല്ല, അദ്ദേഹത്തെ ഈ കൊടുത്തിരിക്കുന്ന സ്വത്തുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് വേറെ വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ തകർന്നു പോകും എന്ന രീതിയിലൊക്കെ ഈ രേണു വന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്ത് ക്രെഡിബിലിറ്റിയാണ് നിങ്ങൾക്കുള്ളതെന്ന് ഈ എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കുക. ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ഈ വീട് കൊടുത്ത സമയത്ത് മീഡിയക്കാര് വന്നൊരു ഇന്റർവ്യൂ ഒക്കെ ചെയ്തിരുന്നു. ഓക്കെ, അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈ പറയുന്ന സ്ഥലം കൊടുത്തല്ലോ ഈ ബിഷപ്പ് സ്ഥലം കൊടുത്ത സമയത്ത് ഈ ബിഷപ്പ് ഇവർക്ക് മറ്റേ എഴുതി കൊടുത്തു, 7 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. എന്നിട്ട് അവിടെ നിന്നൊരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഈ രേണു പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് അത് കഴിഞ്ഞ ശേഷം ഇത് തീരത്തില്ല, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. വലിയൊരു സഹായം എന്ന് പറഞ്ഞാൽ വലിയ സഹായമാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഒത്തിരി എനിക്ക് വാക്കുകളില്ല പറഞ്ഞറിയിക്കാൻ. സുധിച്ചേട്ടൻ്റെ ആത്മാവ് ഒരുപാട് നന്ദി പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത്, അതെനിക്ക് കേൾക്കാം. എൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് ഉള്ളതിൽ ഏറ്റവും മനോഹരമായിട്ട്, അതായത് എനിക്ക് വീട് വെക്കാൻ, എൻ്റെ വീട് പണിയുന്നത് ഇതിൻ്റെ മുമ്പിലാണ്, അതിനോട് ചേർന്ന് തന്നെ സ്തുതിക്കും വീട് പണിയുവാനായിട്ട്. അങ്ങനെ എപ്പോഴും ഉറക്കത്തിലും ഊണിലും എല്ലാം ഒരു സ്വപ്നമായിരുന്നു ഏട്ടൻ്റെ. അതിപ്പം മുകളിൽ എന്നെ സൂചേട്ടൻ കാണുന്നുണ്ടായിരിക്കും അല്ലേ തിരുമേനി? ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഈ ഫോട്ടോ സൂചേട്ടനോടെ ഉണ്ട്. സൂചേട്ടൻ അവിടെ അല്ല, ഇവിടെ തന്നെ ഉണ്ട്. അവിടുന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ ചേട്ടനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയാം. ചേട്ടൻ ഇവിടെ ഉണ്ട്. ഒക്കെ വാർത്തകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ കമൻറ്റുകളിലൂടെ നമ്മളെ പരിഹസിക്കുന്ന അനുഭവങ്ങളുണ്ടാണ്. പക്ഷേ അത് കാണുമ്പം ഞാൻ ഓർക്കുന്ന ഇത്രേ ഉള്ളൂ, പരിഹസിക്കുന്നവർക്ക് ഒരു ചെറിയ ചായ പോലും ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് സുധി ഭവനം എന്നൊക്കെ ഇടാൻ വലിയ ആഗ്രഹമായിരുന്നു, കാരണം ഏട്ടൻ്റെ വീടല്ലേ. എൻ്റെ പേര് ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ. ഞാൻ ആംഗ്ലിക്കൻ സഭയുടെ ഡയസസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ 13ാമത് മിഷണറി ബിഷപ്പായിട്ട് സേവനം ചെയ്യുകയാണ്. ഈ പ്രോപ്പർട്ടിയാണ്, ഈ വസ്തുവാണ് നമ്മൾ അനുഗ്രഹീത കലാകാരൻ നമ്മളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന പ്രിയപ്പെട്ട കൊല്ലം സ്തുതിക്ക് വേണ്ടി ദാനമായി ഞാൻ നൽകിയിരിക്കുന്ന ഭൂമിയാണെന്ന് നമ്മളിപ്പോൾ കണ്ടിരുന്നത്. ഇവിടെയാണ് സ്തുതിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇപ്പോൾ വീട് വെക്കുവാനായിട്ട് വസ്തു കൊടുത്തിരിക്കുന്നത്. ഇന്നാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ നടന്നത്. ഇത് കുറച്ചുണ്ട്, ആ ഇന്റർവ്യൂ ഒക്കെ പഴയതുകൊണ്ട് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എത്ര ബഹുമതിയോടുകൂടി, എത്ര ശാന്തതയോടുകൂടി സംസാരിച്ച ഈ രേണു. ഇവിടെ ഈ പറയുന്ന തിരുമേനിയെ കുറിച്ച് എത്ര റെസ്പെക്റ്റോട് സംസാരിച്ച ഈ രേണു. കിട്ടിയ സ്വത്ത് അതൊരു മൂല്യം പോലെ കൈക്കൊള്ളേണ്ടിയ ഈ രേണു ഇവരെ കുറിച്ച്, ഓരോരുത്തരെ കുറിച്ച് പൊതുസമൂഹത്തിൽ വന്ന് മോശമായി ചിത്രീകരിക്കുമ്പോൾ എന്റെ പൊന്നു പ്രേക്ഷകരെ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ വീഡിയോ ഇടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് കണ്ടിരിക്കാനായിട്ട് പറ്റുന്നില്ല. സത്യം പറയാമല്ലോ. ഈ പറയുന്ന പ്രേക്ഷകരുടെ അവസ്ഥ ഓരോരുത്തർക്കും അറിയാം. എനിക്ക് പേഴ്സണലായിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവരോരോരുത്തരും പറയുന്ന ഇതാണ്, എനിക്ക് ഈ പൊതുസമൂഹത്തിൽ വന്ന് മെസ്സേജ് ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് പലരും വന്ന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എന്റെ പൊന്നു പ്രേക്ഷകരെ, ഇതുപോലെ നന്ദിയില്ലാത്ത ഓരോ കൂട്ടങ്ങളെ ഞാൻ വേറെ കണ്ടിട്ടില്ല. വിധവയാണ്, കാര്യം ശരിയാണ്. വിധവകളെയും നിർദ്ധരെയും ഒന്നും പറയരുതെന്നുള്ളത് ഒരു ദൈവവചനം തന്നെയാണ്. പക്ഷെങ്കിൽ ഇത് വിധവ എന്ന കണക്കിൽ കൂട്ടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. വിധവകൾക്കും ഒരു മാന്യതയൊക്കെ ഉണ്ട്.
അവരും ഈ പറയുന്ന സഹായം കിട്ടിയവരെ തള്ളിപ്പറയുകയോ അവരെ മോശമായി ചിത്രീകരിക്കുകയോ അല്ല ചെയ്യുന്നത്. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കിക്കോ. പിന്നെ ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത്. ഈ ബിഷപ്പ് കൊടുത്ത സ്ഥലത്ത് നല്ലൊരു വീട് ഉയർന്നു പൊങ്ങി, അടിപൊളി ഒരു വീട്. ആ വീട് ഉയർന്നു പൊങ്ങി അതിന്റെ പാലുകാച്ചലൊക്കെ കഴിഞ്ഞ സമയത്ത് ഈ രേണുവിന്റെ ഇന്റർവ്യൂ എടുത്ത സമയത്ത് രേണു പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടെ. രേണു, വീട് എങ്ങനെയുണ്ട് കണ്ടിട്ട്? കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇമോഷണലായി. കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത് ഞങ്ങൾക്ക്. ഞങ്ങളുടെ വീടല്ല, സൂചിച്ചേട്ടൻ്റെ വീട്. KHDC തന്ന ഏറ്റവും വലിയ എന്താ പറയുക, സൂചിച്ചേട്ടൻ്റെ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സ്വപ്നമാണ് പൂവണിയാൻ പോകുന്നത്. ഒരുപാട് ഹാപ്പി. പ്രത്യേകിച്ച് KHDCക്കും ഫിറോസിക്കായ്ക്കും അതിനുള്ള എല്ലാ അംഗങ്ങൾക്കും എല്ലാവർക്കും, ഈ കൂട്ടായ്മ ചേരുന്ന എല്ലാവർക്കും, നമ്മുടെ കൂടെ ഉള്ള എല്ലാവർക്കും ഒരുപാട് ഹാപ്പി, സന്തോഷം, നന്ദി. ഇത്ര ഇതാണ് ഞാനിപ്പോഴാണ് വന്ന് കാണുന്നത്. ഇത്ര ഇതിലാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് അറിയില്ലല്ലോ. നേരിട്ട് കണ്ടപ്പം ഞെട്ടിപ്പോയി. എത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എല്ലാം എനിക്ക് പറയാൻ പറ്റുന്നില്ല വാക്കുകളിൽ. എന്താ പറഞ്ഞേ? ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇട്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ പണിതു എന്നാണ് എന്റെ പൊന്ന് രേണു പറയുന്നത്. രേഷ്മ പി തങ്കച്ചൻ, നിങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് അപ്പുറത്ത് നിങ്ങളുടെ പര്യായം എഴുതണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേര് കറക്റ്റായിട്ട് അത് എഴുതി തരും. പര്യായം കേട്ടോ, അത് ഒരു കറക്റ്റായിട്ടുള്ള കാര്യമാണ്. തീർന്നില്ല, ഇനിയുണ്ട്. ഇത് പുറത്തു വന്നൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇപ്പോൾ ഇത് 24 ചാനലിലാണ് ഇത് നിർമ്മിച്ച് നൽകുന്നതെന്ന് പറഞ്ഞ് ഭയങ്കര പരസ്യമൊക്കെ ആയിരുന്നു. എന്താ സംഭവിച്ചത്? KHDC ആണല്ലോ വീട് നമുക്ക് തരുന്നത്. KHDCയിലെ ആൾക്കാരെല്ലാം, പിന്നെ 24 ഫ്ലവേഴ്സും എല്ലാം നമ്മുടെ കൂടെ അപ്പം തൊട്ട് ഇപ്പം വരെ ഉണ്ട്. വീട് നൽകുന്നത് KHDC ആണ്. 24 അല്ല നിർമ്മിക്കുന്നത്? അവരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ട്. വീട് നിർമ്മിക്കുന്നത് KHDC ആണ്. അതെ, കേരള ഹോം ഡിസൈൻ, ഫേസ്ബുക്ക് കൂട്ടായ്മ, അതിൽ ഉള്ള ആൾക്കാരും അവരുടെ ഫാമിലിയും. ഇവിടെ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ ഇന്റർവ്യൂ എടുത്ത ചാനൽ മറുനാടനാ കേട്ടോ. എന്നിട്ടാണ് ഇവര് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എടുത്ത സമയത്ത് മറുനാടനെ ഒരു പുച്ഛ രീതിയിൽ, എങ്ങും കാണാത്ത രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്ന് നിങ്ങൾ ഓർത്തോണം. നിങ്ങൾ ഓരോരുത്തരും ഓർത്തോണം. അതാണ് പറഞ്ഞത്. നന്ദി എന്ന് പറയുന്നത് ഒരു ശകലമില്ല, ഒരു ശകലം. അന്ന് മറുനാടൻ എന്ന് പറയുന്ന ഒരു ചാനലിനെയോ ഒരു മറുനാടൻ എന്ന് പറയുന്ന ഒരാളെയോ ഈ പീയൂഷിനെയോ മറുനാടൻ സാധനയോ കണ്ട ലക്ഷണം പോലും ഇല്ലാത്ത രീതിയിലാണ് ഈ പുള്ളിക്കാരി വർത്തമാനം പറഞ്ഞത്, അല്ലേ? ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത് പ്രമുഖ വ്യക്തിയായിട്ടുള്ള തങ്കച്ചൻ സാറ്. തങ്കച്ചൻ സാറിന്റെ തള്ള മോനെ തള്ളു, ഇത് നിങ്ങൾ കാണണം. ഇത് നിങ്ങൾ കാണാതെ പോകരുത്. എന്നിട്ട് എനിക്ക് കുറച്ച് പറയാനുണ്ട് എൻ്റെ പൊന്ന തങ്കച്ചൻ സാറേ. വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടേ ഞാനിവിടെ ഉണ്ട്. പക്ഷേ എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ്. സ്വന്തമായിട്ട് ഞാൻ കെട്ടിടം പണിതിട്ടുണ്ട്. അല്ലാതെ കമ്പനികളിലൊക്കെ നിന്ന് വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ്. ഇപ്പം സുഖമില്ലാതൊക്കെ ആയതുകൊണ്ട് പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത. പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാനം എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്ന് വരെ. വളരെ തൃപ്തി. അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ്. ഞാൻ പോലും ഇതിലും ഭംഗിയായിട്ട് ചെയ്യത്തില്ല. കാരണം പുള്ളി ഒരു വീടൊക്കെ പണിയുന്ന ആളാണെന്നാണ് പുള്ളി പറയുന്നത്. അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. കേട്ടെ നിങ്ങൾ, നമ്മളൊന്നും പറയുന്നതല്ല. ഈ ചിരിച്ചുകൊണ്ട് പറയുന്ന ഈ തങ്കച്ചൻ തന്നെ പറഞ്ഞതാണ്. മനസ്സിലായല്ലോ? പുറമേ കാണുന്ന മൂടി തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് ഭിത്തിയാണെങ്കിലും ഇതിലെല്ലാ പണിയും വളരെ 100% തൃപ്തി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട്, പണി ചെയ്യുന്ന ഒരാളായിരുന്നുകൊണ്ട് വളരെ ഞാൻ എന്നും വീട്ടിൽ ചെന്ന് പറയും. ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടിട്ട് അവിടെ ചെന്ന് പറയുന്ന രീതിയിലാണ്. അപ്പം അദ്ദേഹത്തിനൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. ഇതിന് പിന്നിൽ അദ്ദേഹത്തിന് വേണ്ടിയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നും ഞാൻ ഈ വർക്ക് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് പറയുമായിരുന്നു, അത്ര നല്ലൊരു വീടാണ്, 100% അടിപൊളി ഒരു വീടാണെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞ വ്യക്തിയാണ്. വീടിന്റെ അടി തൊട്ട് പണിയുമ്പോൾ, മുകൾ വരെ പണിയുമ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാമായിരുന്നു. അന്ന് ഇങ്ങാർക്ക് ഒരു തെറ്റുമില്ലായിരുന്നു, ഒരു കുറ്റവുമില്ലായിരുന്നു. എന്നിട്ട് ഇപ്പൊ ചിരിച്ചുകൊണ്ട്, അന്നേരം ചിരിച്ചുകൊണ്ട് തൊട്ടടുത്ത് ഫിറോസ് നിൽപ്പുണ്ട്. ഫിറോസിന്റെ മുമ്പിൽ നിന്നാണ് ഈ വർത്തമാനം പറയുന്നത്. നിങ്ങൾ ഓർത്തോണം. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട്. അതോടെ കേട്ടു. പ്രാർത്ഥിക്കാം. ഇതിന് പിന്നിൽ നമുക്ക് പറയാനുള്ളൂ. പിന്നെ ബാക്കി ഒന്നും കൊടുക്കാനോ പണിക്കാർക്ക് പോലും ഒന്നും കൊടുക്കാനോ ഒക്കെ ഉള്ളതൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം നമ്മുടെ സാഹചര്യം എനിക്ക് ജോലിയെടുക്കാൻ മേലാതായിപ്പോയി. 2 ഓപ്പറേഷൻ, അറ്റാക്കിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ ഈ പോസ്റ്റ് ഗ്രന്ഥിയുടെ ഓപ്പറേഷൻ, അത് സുതി മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ്. അപ്പം അങ്ങനെ ആയപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ ആരെങ്കിലും തന്നാൽ ഉള്ള ആ ഒരു രീതിയേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഇവർക്കൊന്നും കൊടുക്കാൻ ഒത്തില്ലല്ലോ എന്നുള്ളൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. അല്ല വേറെ ഒന്നുമില്ല. വീടിൻ്റെ ഞാൻ പറയാം, ദൈവം അത് അനുഗ്രഹം അവർക്ക് നൽകും. അതുപോലെ മനോഹരമായിട്ടും നല്ല ആരോഗ്യപരമായിട്ട് തന്നെയാണ് ഈ വീട്. മൗസൂദ് പറയുന്നവർക്കടുത്ത് കൂടെ നിർത്തിക്കണം. ഞാൻ പറയുന്നത് ഇതിൻ്റെ KHDCയുടെ ചെയർമാനായിരിക്കുന്ന എന്താ പറഞ്ഞ, ഞാൻ ഉള്ളുകൊണ്ട് പറയുക, പറഞ്ഞു പോയതല്ല. വളരെ നന്ദി. കാരണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ
അത് ഇത്ര ആത്മാർത്ഥത്തോടെ ചെയ്തല്ലോ. ഇവിടെ വന്ന പണിക്കാരോടെല്ലാം ഞാൻ പറയും, ഓരോ പണിക്കാരും പറയത്തു കൂടി പറയും. അതുപോലെ അന്ന് മുതൽ ഇന്ന് വരെയും ഈ സ്ഥലം തന്ന തിരുമേനി ഇദ്ദേഹം കൊടുക്കുമ്പോൾ ഇത്ര ആത്മാർത്ഥതയോട് കറക്റ്റായിട്ട് കൊടുത്തു. ആര്? ഫിറോസ്. തൊട്ടടുത്ത് നിർത്തിക്കൊണ്ട് പൊക്കി പറയുകയൊന്നുമല്ല, പുള്ളിയുടെ മനസ്സിൽ നിന്നും പുള്ളി പറഞ്ഞതാണ്. എന്നിട്ടാണ് ഈ പറയുന്ന തങ്കച്ചൻ ഈ പറയുന്ന ഫിറോസിനെ കുറിച്ച് പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും കേട്ടതാണല്ലോ. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ഈ വേർപ്പിന്റെ അസുഖം ഉള്ളത് കൊണ്ട് ജോലിക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ വരാം. ആദ്യം ഈ ഫിറോസിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കേട്ടല്ലോ. അദ്ദേഹത്തെ നിർത്തിക്കൊണ്ട് പറയുകയല്ല, 100% പെർഫെക്റ്റ് ആയിട്ട് പണിത ഒരു വീടാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞില്ലേ. ഇനിയുമാണ് നിങ്ങൾ കാണേണ്ടത് ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾ സംസാരിച്ച ചിരിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞ ഈ പുള്ളിയുടെ നേരെ അന്യനിലേക്കുള്ള ഒരു പോക്ക് നിങ്ങളെ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഒരാണി നിങ്ങളുണ്ട് ഈ വീട്ടിൽ എവിടെ ഒരു കല്ലട തൂക്കാൻ ഒന്നും പറ്റത്തില്ല, ഒരു ആണി അടിക്കാൻ പറ്റത്തില്ല. അപ്പം അയാൾ തന്നെ പറഞ്ഞു, ഇത് ഫിറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ ആണിയൊന്നും ഇവിടെ അടിക്കരുത്. എന്നോട് പറഞ്ഞു ആണിയൊന്നും അടിക്കരുത്, ഈ ഫോട്ടോ ഫിറ്റ് ചെയ്താൽ ആണിയൊന്നും അടിക്കരുത്. സ്ക്രൂ ചെയ്തിട്ട് ആരെങ്കിലും കൊണ്ട് സ്ക്രൂ ചെയ്തിട്ട് വല്ല ഫോട്ടോ വല്ലതും ഫിറ്റ് ചെയ്ത് എന്നെ ആണി അടിച്ചാൽ ഇത് താഴോട്ട് പോകുന്നു ഇദ്ദേഹത്തിന് അറിയാം. ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന 1.5 ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തിരുന്നത്. ഞാൻ ഇവിടെ ഇരുന്നപ്പോഴത്തേക്കും ഇത് ഒരു സൗണ്ട് കേട്ടു. ഞാൻ എന്തായാലും ഇങ്ങനെ പുറത്തോട്ട് എന്തോ വരുന്ന പോലെ തോന്നി. പെട്ടെന്ന് ഞാൻ തട്ടി കഴിഞ്ഞപ്പം ഈ ഫാനിന്റെ ഒരു സൈഡ് വന്ന് എൻ്റെ ഇവിടെ ഇടിച്ച് മുറിഞ്ഞ പാടാണ്. മുറിഞ്ഞെന്ന് പറഞ്ഞാൽ അകത്തോട്ട് മുറിഞ്ഞില്ല, പക്ഷെ തൊലി പോയിട്ടുണ്ടല്ലോ. എനിക്ക് വേദന സഹിക്കാൻ പറ്റില്ല. അകത്തും എനിക്ക് വേദന. എനിക്ക് ഓപ്പറേഷനെ കഴിഞ്ഞ് വെച്ച് ഈ വേദനയുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഒരു അക്ഷരം ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് ഇവിടെ അങ്ങ് കൊണ്ടങ്ങ് കേറിപ്പോയി. എങ്ങനുണ്ട്? ആ പറഞ്ഞത് ആരായിരുന്നു? ഈ പറയുന്നത് ആരായിരുന്നു? ഇത് തന്നെയാണ് രേണുവും അന്നേരം പറഞ്ഞത് എന്താണ്, ഇപ്പൊ പറയുന്നത് എന്താണ്? ഫിറോസിനെ കുറിച്ച് അന്നേരം പറഞ്ഞത് എന്താണ്? ബിഷപ്പിനെ കുറിച്ച് അന്നേരം പറഞ്ഞത് എന്താണ്? ബിഷപ്പിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് എന്താണ്? ഫിറോസിനെ കുറിച്ച് ഇപ്പൊ പറയുന്നത് എന്താണ്? മറുനാടനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഇവരെയാണ് നിങ്ങൾ ഒന്നും പറയരുതേ, അവരുടെ പാട്ടിന് വിട്ടു എന്ന് പറയുന്നത്. സമൂഹത്തിൽ ഇവരൊക്കെ ഓരോരോ പൊസിഷനിൽ ഇരിക്കുന്നവരാണ്, ഓരോ മേഖലകൾ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇവരിലൂടെ പലർക്കും സഹായങ്ങൾ എത്തുന്നതാണ്. അതെല്ലാമാണ് ഈ പറയുന്ന ഈ കുടുംബം നശിപ്പിച്ചു കളഞ്ഞത്. അല്ലേ എന്റെ പൊന്നു പ്രേക്ഷകരെ? അല്ലേ? പിന്നെ ഈ പറയുന്ന രേണു വന്നിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവരുടെ ഈ അച്ഛന് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നും, അതോടൊപ്പം തന്നെ ഈ പറയുന്ന രേണു നേഴ്സിംഗ് പഠിച്ചിട്ടുണ്ടെന്നൊക്കെയാണല്ലോ മുമ്പ് പറയുന്നത്. എന്നാ ഞാനൊന്ന് പറഞ്ഞു തരാം. പുള്ളിക്കാരി ഒരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഈ പറഞ്ഞ വളരെ തുച്ഛമായ നമ്മൾ ഈ പറയുന്ന നമുക്ക് ഊഹിക്കാം, ഈ പറഞ്ഞ ഈ നമ്മുടെ ആ ഷോർട്ട് ഫിലിമിൽ നിന്നോ അല്ലെങ്കിൽ ഇപ്പോൾ അഭിനയിക്കുന്നതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുമെന്ന് മീഡിയയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട് എത്രത്തോളം നമുക്ക് അതിനകത്ത് നിന്ന് ഒരു റെമ്യൂണറേഷൻ കിട്ടുമെന്നുള്ളത്. ആ ഒരു റെമ്യൂണറേഷൻ കൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ടോ ശരിക്കും? സത്യസന്ധമായി പറഞ്ഞ സത്യസന്ധമായിട്ടാണ് പറയുന്നത്, നടന്നു പോകണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. അപ്പം അരിയുടെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല, റേഷനറി ഉള്ളതുകൊണ്ട് നോ ടെൻഷൻ. അപ്പം പിന്നെ ബാക്കി കൊച്ചിന്റെ കാര്യമോ. റേഷനറി ഉള്ളത് കൊണ്ട് നോ ടെൻഷൻ എന്ന് പറയുന്നത്, റേഷനറി എനിക്ക് കിട്ടത്തില്ലെന്നില്ല പറഞ്ഞു. മറ്റേ കമ്മീഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് റേഷനറി കിട്ടത്തില്ലെന്ന് പറയുന്നു. ഇപ്പൊ റേഷനറി ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ എന്തായിരുന്നു മുമ്പ് പറഞ്ഞത്? ഓക്കെ, അതങ്ങോട്ട് മാറ്റി വെക്കാം, പോട്ടെ. ഇവർ പറഞ്ഞത് തന്നെ അങ്ങ് ഇരിക്കട്ടെ. റേഷനറി കൊണ്ടാണ് രേണുസുതി ജീവിക്കുന്നത്. ഓക്കെ, സമ്മതിച്ചു. പപ്പ ഡെയിലി മരുന്ന് കഴിക്കുന്ന ആളാണ്. ഡെയിലി ആള് ഒരു 5-8 ഗുളികയെങ്കിലും കഴിക്കും. ഈ അറ്റാക്ക് ഒരു ടെന്റ് ഇതിട്ടേക്കുവാണ്. എന്തോന്ന് ടെന്റ് ഇട്ടേക്കുവാണോ? ടെന്റ് ഇടുന്നത് അവിടെ ആണോ? അല്ല, എനിക്കറിയാൻ ഞാൻ ചോദിക്കുക. ഓക്കെ, എന്തായാലും ആയിക്കോട്ടെ. അറിയില്ലത് പറയാൻ. അത് ഇട്ടേക്കുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് എനിക്കത് പറയാനായിട്ട് അറിയത്തില്ല. കാരണം നഴ്സിംഗ് പഠിച്ച ഒരാൾക്ക് ഇത് പറയാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ടെന്റ് ഇട്ടു എന്ന് പറയാൻ പുള്ളിക്കാരിക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് സമ്മതിച്ചു. അടുത്ത കാര്യം കേട്ടോണോ? ആളാണ്. അപ്പം അദ്ദേഹത്തിന് എന്നും ടാബ്ലറ്റ് വേണം. അതുപോലെ ഇവിടെ വേറൊരു പ്രോസ്റ്റോട്ട് ഗ്രന്ഥിയോ എന്താ അതിന്റെ പേരറിയില്ല, അങ്ങനെ എന്തോ സംതിങ്, എനിക്കറിയില്ല, പേരറിയില്ല. നിങ്ങൾ കളിയാക്കുന്നൊരു കളിയൊക്കെ കുഴപ്പമില്ല, എനിക്ക് അറിയില്ല അതൊന്നും. അപ്പൊ അത് ഓപ്പറേഷൻ സൂചിച്ചാട്ടം മരിക്കുന്നതിന്റെ തലേന്നായിരുന്നു സീരിയസ് ആയിട്ട്. കളിയാക്കുമല്ല രേണു, കളിയാക്കുമല്ല. നിങ്ങൾ പറഞ്ഞില്ലേ ഞാൻ നേഴ്സിംഗ് പഠിച്ചതാണെന്ന്? നേഴ്സിംഗ് പഠിച്ച ഒരാൾക്ക് ഇതൊന്നും അറിയത്തില്ലേ? നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ ഇരുന്നു, അവിടെ നിന്ന് താജു നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് മേടിച്ചതെന്നും അതിനുള്ള കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തു എന്നൊക്കെ പറഞ്ഞതല്ലേ? നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു നേഴ്സിംഗ് ഞാൻ പഠിച്ചതെന്ന്? നേഴ്സിംഗ് പഠിച്ച ഒരാൾക്ക് എന്താണ് ഇതൊന്നും അറിയത്തില്ലേ? പ്രോസ്റ്റേറ്റിന്റെ സർജറി കഴിഞ്ഞു എന്നാണ് പുള്ളിക്കാരി അവിടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. എന്നാൽ പുള്ളിക്കാരി അവിടെ മറ്റേ കാലിന്റെ അവിടുത്തെ ഇത് ചെയ്തു. എനിക്കത് പറയാൻ അറിയത്തില്ല, കളിയാക്കുന്നവർ കളിയാക്കിക്കോ എന്നൊക്കെ പുള്ളിക്കാരി പറയുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പറയുക ഒരു നേഴ്സ് എന്ന നിലയിൽ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, പുള്ളിക്കാരി ബാക്കി പറയട്ടെ. ഓപ്പറേഷൻ ചെയ്തു, മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു. സൂചനാണ് ഓപ്പറേഷൻ കഴിഞ്ഞ് പപ്പായെ ഇറക്കിക്കൊണ്ട് വരുന്ന സൂചന. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ഏട്ടൻ മരിക്കാനുള്ള ആ ഒരു യാത്രയിലേക്ക് പോകുന്നത്. മരിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അവസാന യാത്രയിലേക്ക് പോകുന്ന പ്രോഗ്രാമിലേക്ക്. അപ്പം തലേന്ന് കൂടുതലായിട്ട് കിടക്കുമായിരുന്നു പപ്പായ്ക്ക്. അപ്പം ഇവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് വിടാൻ പറ്റുമോ ജോലിക്ക്? പ്രായമുള്ള മനുഷ്യരല്ല, അവരെ ഇവിടെ
കുഞ്ഞിനെ നോക്കുന്നുണ്ട്, ആരും ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിനെ ചേച്ചിയാണെങ്കിലും ചേച്ചിയെ കൊണ്ട് ഒരു ചെറിയൊരു ക്ലിനിക്കിലാണ് അവൾ ജോലി ചെയ്യുന്നത്. ഇപ്പം അവളുടെ ഫാമിലി നോക്കണ്ടേ, അവളുടെ ഫാമിലി അവൾ തൊട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ അടുത്ത് ഞങ്ങൾ വിളിക്കാൻ ഒരാളില്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഈ പ്രായമുള്ള അപ്പനെയും അമ്മയും ഞാൻ എന്നാ ചെയ്യും? അപ്പോൾ വിളിക്കാൻ ആരെങ്കിലും വേണ്ടേ? തൊട്ടടുത്ത് അവർ അവിടുന്ന് വാടകയ്ക്ക് മാറിയിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പുറകെ വാടകയ്ക്ക് താമസിക്കാം. ആ വീട് ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കാനല്ല, ഞങ്ങളുടെ വീട്ടിലല്ല അവർ താമസിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ വീട്ടിലല്ല ഇവർ കിടക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ ആരും കിടക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ ഒന്നും സംഭവിക്കുന്നില്ല, നിങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ നല്ല മക്കളാണ്, നല്ല മക്കളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കുറിച്ച് എന്താ പറയുക, പൊതുസമൂഹത്തിനെല്ലാം നല്ല കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. പാവപ്പെടിച്ച നിങ്ങളെ സഹായിച്ച ഓരോരുത്തരെ കുറിച്ചുമാണ് തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടും തെറ്റായിട്ടുള്ള ചിന്തകളും. പിന്നെ ഞങ്ങളെപ്പോലെ വീഡിയോ ഇടുന്നവരും ഒക്കെയാണ് മോശക്കാർ. നിങ്ങൾ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾ പറയുന്നതാണ് എല്ലാം സത്യം. നിങ്ങൾ ആർക്കും എതിരെ എന്തും പറയാമെന്നുള്ള ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ്. കാരണം നിങ്ങളെ സഹായിച്ചവരെ പോട്ടെ, ഞങ്ങളെയൊക്കെ എന്തെങ്കിലും പറയുന്നതിന് കുഴപ്പമില്ല, ഞങ്ങൾ വീഡിയോ ഇടുന്നവർ അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബർമാരെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞ കുഴപ്പമില്ല. നിങ്ങളെ സഹായിച്ചവരെ പോലും നിങ്ങൾക്കൊന്ന് എന്താ പറയുക, ഒന്ന് ചേർത്ത് പിടിക്കാനോ അല്ലെങ്കിൽ അവരോടേലും ഒരു നന്ദി എന്നുള്ളതൊന്ന് കാണിക്കാമല്ലോ. എന്തിനാ സഹായിച്ചവർക്ക് നന്ദി എന്നുള്ളത് അത് മനസ്സിൽ വേണം കേട്ടോ, അത് പൊതുവെ പറയാനല്ല, അത് മനസ്സിൽ നിങ്ങൾക്കുണ്ടായാൽ മതി. അത് ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷൻ ആയതുകൊണ്ട് തന്നെ. പക്ഷെ നിങ്ങൾ അവരെ ഇങ്ങനെ പൊതുസമൂഹത്തിൽ കൊണ്ടുവന്ന് നാറ്റിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഒരു കാര്യം കൊണ്ട് നിങ്ങളൊന്ന് കണ്ടിട്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇത് 24-ൽ വന്ന ഒരു വാർത്തയാണ്. ഈ പറയുന്ന രേണുസുധിയുടെ വീട് വെക്കുന്ന ആ ഒരു സമയത്ത് 24-കാർ എടുത്ത ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഈ പറയുന്ന ബിഷപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്, അതോടൊപ്പം തന്നെ ആ സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ടെ, അതോടെ കേട്ടിട്ട് നമുക്ക് ഇത് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, തൃശ്ശൂർ കയ്പമംഗലത്ത് നടന്ന വാഹനാപകടത്തിൽ മിമിക്രി കലാകാരനും സ്റ്റാർ മാജിക്കിൻ്റെ ആർട്ടിസ്റ്റുമായിരുന്ന കൊല്ലം സുധിയുടെ വിയോഗം. കൊല്ലം സുധി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമത്തിലാണ് ഫ്ലവേഴ്സും അതുപോലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അതുപോലെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷനും ഒക്കെ തന്നെ. അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ അവരുടെ വീടിനടുത്ത് തന്നെ കൊല്ലം സുധിയുടെ കുടുംബത്തിന് വീട് വെച്ച് കൊടുക്കാനുള്ള ശ്രമത്തിൽ ഇവിടെയാണ് നമുക്ക് സൗജന്യമായി ഇത്തിരി ഭൂമി കിട്ടുക എന്ന് അന്വേഷിച്ചപ്പോൾ ആ അന്വേഷണം എത്തിച്ചേർന്നത് ബിഷപ്പ് നോബൽ ഫിലിപ്പ് അമ്പലവേലിലാണ്. അദ്ദേഹം വളരെ വിശാല മനസ്കോടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടിയ ഭൂമിയിൽ നിന്ന് നല്ല സ്ഥലത്ത് 7 സെൻറ്റ് ഭൂമി നമ്മൾ പറഞ്ഞപ്പോൾ തന്നു. അദ്ദേഹത്തിന് വളരെ ജനങ്ങളിൽ നിന്നൊക്കെ അകലെയുള്ള സ്ഥലത്തൊക്കെ ഭൂമിയുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തു, അങ്ങ് റോഡ് സൈഡിൽ തന്നെ പറ്റുമെങ്കിൽ ചങ്ങനാശ്ശേരി ടൗണിനടുത്തൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നാൽ വളരെ സൗകര്യമായി. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഞാനത് ചെയ്യാം. അങ്ങനെ 7 സെൻറ്റ് ഭൂമി കൊല്ലം സുധിയുടെ കുടുംബത്തിന് വേണ്ടി തന്നു. അവിടെ വീട് നിർമ്മിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ കേട്ടല്ലോ, ഇതാണ് 24-ൽ വന്നൊരു വാർത്ത. അതായത് മെയിൻ എവിടാണോ അവർ പറഞ്ഞത് അതുപോലത്തെ ഒരു സ്ഥലം തന്നെ ഈ പറയുന്ന ബിഷപ്പ് കൊടുത്തു. കേട്ടോ, ഈ ആർക്ക് വേണ്ടി? ഈ പറയുന്ന രേണുവിനും മക്കൾക്കും വേണ്ടി. മനസ്സിലായോ? എന്നിട്ടാണ് ഈ രേണുവും ഈ പറയുന്ന നന്ദിയില്ലാത്ത തങ്കച്ചനോട് വന്നിട്ട് ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ ഞാൻ കാണിച്ച ഓരോ വീഡിയോകളും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇവര് എത്രമാത്രം എന്താ പറയാ കാശിന്റെ ഇതിൽ അഹങ്കാരത്തിൽ മുഴുകി എന്നുള്ളത്. എടാ, നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മൾക്ക് കൊണ്ട് കഴിയണം. അത് നമുക്ക് സ്വന്തമായിട്ട് ഒരാൾ പണിത് തരുന്നു അല്ലെങ്കിൽ ഒരാൾ ഫ്രീ ആയിട്ട് നമുക്ക് തന്നു എന്ന് പറയുമ്പോൾ അതിനെ പിന്നെ അവരുടെ മണ്ടയ്ക്കോട്ട് ഇട്ട് വെക്കുന്നതല്ല, ഒരു നല്ല കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്റ്റ് കമന്റ് അടുത്തൊരു വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും